പ്രിൻസിപ്പൽ സ്ഥലം മാറിപ്പോകുന്നു. ആർലഫം ഹയർ സെക്കൻഡറിയുടെ പ്രവർത്തനം വീണ്ടും അനിശ്ചിതത്വത്തിൽ. 2019 ആർലഫം സ്കൂൾ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ച് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയത്. പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക ഉത്തരവിലൂടെയാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചത്. എന്നാൽ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയെങ്കിലും അധ്യാപക തസ്തിക സൃഷ്ടിക്കാനായിട്ടില്ല. നിരവധി ഇടപെടലിന്റെ ഭാഗമായി 2020 ഒരു പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച് പ്രിൻസിപ്പാളിനെ നിയമിച്ചെങ്കിലും 6 മാസം മാത്രമാണ് ഇവരുടെ സേവനം ഇവിടെ ലഭ്യമായത്. ചാർജ് എടുത്ത പ്രിൻസിപ്പൽ 6 മാസം കഴിഞ്ഞപ്പോൾ റിട്ടയർമെന്റ് ചെയ്തതോടെ ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മാസ്റ്റർക്ക് പ്രിൻസിപ്പളിന്റെ അധിക ചുമതല നൽകി. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ്മാസ്റ്റർക്ക് പ്രിൻസിപ്പാളിന്റെ അധിക ചുമതല നൽകിയാലുള്ള ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കിയില്ല. പിന്നീട് വീണ്ടും മറ്റൊരു പ്രിൻസിപ്പാൾ സ്ഥലം മാറി ഇവിടെ ചുമതല ഏറ്റെടുത്തെങ്കിലും അദ്ദേഹവും വേഗം തന്നെ സ്ഥലം മാറ്റം വാങ്ങി പോവുകയുണ്ടായി. വീണ്ടും ഹെഡ്മാസ്റ്ററുടെ തലയിൽ അധിക ചുമതലയെത്തി. കഴിഞ്ഞ അധ്യയന വർഷം മറ്റൊരു പ്രിൻസിപ്പാൾ വീണ്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്തു. എന്നാൽ ഒരു അധ്യയന വർഷം കഴിയുന്നതിന് മുൻപ് ആ പ്രിൻസിപ്പാളും സ്ഥലം മാറിപ്പോവുകയാണ്. പരീക്ഷാകാലം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രിൻസിപ്പാളിന് സ്ഥലം മാറ്റം നൽകിയാൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യവും നിലവിലുണ്ട്. വീണ്ടും ഹെഡ്മാസ്റ്ററുടെ തലയിലേക്ക് പ്രിൻസിപ്പളിന്റെ അധിക ചുമതല വരാൻ പോവുകയാണ്. ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെന്റ്, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് 2 ഭരണ സംവിധാനത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് പ്രിൻസിപ്പാളിന്റെ അധിക ചുമതല നൽകിയാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുക വിദ്യാർത്ഥികളായിരിക്കും. പരീക്ഷക്കാലത്താണെങ്കിലും വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി 2 അധ്യാപകരെങ്കിലും സ്ഥിരമായി നിയമിക്കാൻ ആവശ്യമായ നടപടി ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ സ്ഥിരം അധ്യാപകരെന്ന നിലയിൽ ഒരാൾക്ക് പ്രിൻസിപ്പാളിന്റെ ചുമതല നൽകാൻ കഴിയും. 10 അധ്യാപകരുടെ തസ്തികയാണ് ഇവിടെ സൃഷ്ടിക്കേണ്ടത്. നിരവധിയായ ഇടപെടലുകളും നിവേദനങ്ങളും വിദ്യാഭ്യാസ വകുപ്പിലും സർക്കാരിലും നൽകിയെങ്കിലും ഇതുവരെയും ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. 30-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വിജയശതമാനം ഉള്ളത്. സ്ഥിരം അധ്യാപകരും പ്രിൻസിപ്പാളും ഉണ്ടെങ്കിൽ വിജയശതമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനും സാധിക്കും. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസ് മുറികളിലാണ് പഠനം നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി കോടികൾ മുടക്കി കെട്ടിടം പണിതിട്ടുണ്ട്. എന്നാൽ നബാർഡിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയ സ്കൂൾ കെട്ടിടം ഇതുവരെയായി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടില്ല. നിരവധി തവണ ഉന്നതതല യോഗത്തിൽ എല്ലാം കെട്ടിട വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചെങ്കിലും നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലായി ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ എത്രയും വേഗം കെട്ടിടം കൈമാറാനും ഏറ്റെടുക്കാനും തീരുമാനിച്ചെങ്കിലും ഇതും നടപ്പിലാക്കിയില്ല. ലാബ് ഉൾപ്പെടെയുള്ള ക്ലാസ് മുറികൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മുറികൾ മാറിയാൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കൂടുതൽ ഉയർത്താൻ സാധിക്കും. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ 100% പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു സ്കൂളാണ് ആർലഫം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 250-ലധികം കുട്ടികളിൽ 70% ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പട്ടികവർഗ